ക്രിപ്റ്റോ കറൻസി എന്നത് യുവതലമുറയിൽ പെട്ട പലരുടെയും ഒരു ക്രേസായി മാറിയിരിക്കുകയാണ്. എന്നാൽ യുവതലമുറയിൽപ്പെട്ടവരാണെങ്കിലും നല്ലൊരു പങ്കിന് ഈ ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. മുതിർന്ന തലമുറയിൽപ്പെട്ടവർക്കാകട്ടെ ഒട്ടും തന്നെ ധാരണയില്ലെന്ന് പറയാം. ഈ സാഹചര്യത്തിൽ ക്രിപ്റ്റോ കറൻസികളെ അടുത്തറിയാൻ സഹായിക്കുന്ന ചില വിവരങ്ങൾ നൽകുകയാണ് ഫോക്കസ് ഓൺ ഫൈനാൻസിന്റെ ഈ വീഡിയോയുടെ ഉദ്ദേശ്യം. ക്രിപ്റ്റോ കറൻസികളെ പറ്റി പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇത് വിശ്വസിക്കാവുന്ന ഒന്നാണോ, അതല്ലെങ്കിൽ സുരക്ഷിതമായ ഒന്നാണോ, അതുമല്ലെങ്കിൽ വരുമാനം ഉറപ്പു നൽകുന്ന ഒന്നാണോ തുടങ്ങി അനേകം ചോദ്യങ്ങളാണ് നിക്ഷേപകരിൽ നിന്ന് ഉണ്ടാകാറുള്ളത്. ഈ ചോദ്യങ്ങളെല്ലാം വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. എന്നാൽ ഇത് ചോദിക്കുന്നതിന് ഒരു പ്രധാന കാരണം ക്രിപ്റ്റോ കറൻസികളെ കുറിച്ച് വേണ്ടത്ര ധാരണയില്ലാത്തത് കൊണ്ട് മാത്രമാണ്. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. നമുക്ക് പലതരത്തിലുള്ള കറൻസികളെ കുറിച്ച് അറിയാം. US ഡോളർ, ബ്രിട്ടീഷ് പൗണ്ട്, യൂറോപ്പിലെ യൂറോ, ജപ്പാനിലെ യെൻ, ഇന്ത്യൻ കറൻസിയായ രൂപ തുടങ്ങിയവ. ഇവയെല്ലാം പരമ്പരാഗത രീതിയിലുള്ള അല്ലെങ്കിൽ കൺവെൻഷണൽ എന്ന് പറയാവുന്ന വിഭാഗത്തിൽപ്പെട്ട കറൻസികളാണ്. എന്നാൽ ഇവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ വേറിട്ടൊരു കറൻസിയാണ്, അതായത് ഡിജിറ്റൽ കറൻസി എന്ന് വിളിക്കാവുന്ന ഒന്നാണ് ക്രിപ്റ്റോ കറൻസി. ക്രിപ്റ്റോ കറൻസിയെ പറ്റി പഠിക്കുമ്പോൾ വലിയ സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്തവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഇത് ബ്ലോക്ക് ചെയിൻ എന്ന പ്രത്യേക ഡേറ്റാ ബേസിൽ അധിഷ്ഠിതമായ ഡിജിറ്റൽ കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ഇതിനെ അല്പം കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഇതിനെ വിളിക്കാവുന്ന ഒരു പേര് ഇലക്ട്രോണിക് മണി എന്നാണ്. ഇതിന്റെ പ്രചാരം ആകട്ടെ അത് ഇന്റർനെറ്റ് വഴിയാണ്. ക്രിപ്റ്റോ കറൻസികളിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത് ബിറ്റ് കോയിനാണ്. ബിറ്റ് കോയിൻ്റെ ഇന്നത്തെ വില എന്ന് പറയുന്നത് $1,11,000 മുകളിലാണ്. അതായത് രൂപയുടെ കണക്കിൽ പറഞ്ഞാൽ ഏതാണ്ട് 1 കോടി രൂപ. 2009 ബിറ്റ് കോയിൻ അവതരിപ്പിക്കപ്പെട്ടത്. അന്ന് $1 ഉണ്ടായിരുന്നെങ്കിൽ 1300 ബിറ്റ് കോയിൻ സ്വന്തമാക്കാമായിരുന്നു. അന്നത്തെ രൂപയുടെ വില പറയുകയാണെങ്കിൽ ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ വില എന്ന് പറയുന്നത് വെറും 48 രൂപ മാത്രമായിരുന്നു. അതായത് 50 രൂപ എന്ന് നമുക്ക് പറയാം. 50 രൂപ അന്ന് 2009 50 രൂപ മുടക്കി ഒരു ബിറ്റ് കോയിൻ വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് അതിൽ നിന്നുള്ള നേട്ടം 1 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ടെന്ന് കാണാം. അതായത് 2 ലക്ഷം ഇരട്ടി. ഇത്ര ഭീമമായ വർധന നൽകിയിട്ടുള്ള അല്ലെങ്കിൽ നൽകാൻ ശേഷിയുള്ള ഒരു കറൻസിയും ലോകത്തെങ്ങുമില്ല. അത് ബിറ്റ് കോയിൻ മാത്രമേ സാധ്യമായിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ വലിയ നേട്ടം കൈവരിക്കാൻ അല്ലെങ്കിൽ ഈ വലിയ സൗഭാഗ്യം കൈവരിക്കാൻ കഴിഞ്ഞവർ വളരെ വളരെ പരിമിതമാണ്. എത്രയോ ഇരട്ടി പേർ അവസരം നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കുന്നവരാണ്. അന്ന് ബിറ്റ് കോയിനെ സംശയത്തോടെ വീക്ഷിച്ചവരും പണം മുടക്കാൻ തയ്യാറാകാതിരുന്നവരും ഒക്കെ തന്നെ അവസരം നഷ്ടപ്പെട്ടതിൽ ഇന്ന് ഖേദിക്കുന്നുണ്ട്. അവരുടെ സംഖ്യ എന്ന് പറയുന്നത് വളരെയാണ്. അവരെല്ലാം ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി വിപണിയിലേക്ക് ക്രമേണ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ബിറ്റ് കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി അവതരിപ്പിച്ചത് സത്തോഷി നക്കാമോട്ടോ എന്ന ഒരു ജപ്പാൻകാരനാണ്. ഇതേപ്പറ്റി വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. സത്തോഷി നക്കാമോട്ടോ എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായ പേര് മാത്രമാണെന്നും യഥാർത്ഥ വ്യക്തി, അതായത് ആ സാങ്കല്പികമായ പേരിന്റെ പിന്നിൽ ഒളിച്ചിരുന്ന യഥാർത്ഥ വ്യക്തി ഷീനിച്ചി മോച്ചിസുക്കി എന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണെന്നും പറയപ്പെടുന്നു. അതെന്തുമായിക്കോട്ടെ, അതും ക്രിപ്റ്റോ കറൻസി നിക്ഷേപവുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. ഷീനിച്ചി മോച്ചിസുക്കിയോ അതല്ലെങ്കിൽ സത്തോഷി നക്കാമോട്ടോയോ അല്ല ബിറ്റ് കോയിൻ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്തത് എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ ഫൗണ്ടേഷൻ എന്ന പ്രസ്ഥാനം തന്നെയാണ്. ബിറ്റ് കോയിൻ ഫൗണ്ടേഷന്റെ അഭിപ്രായത്തിൽ ഇതൊരു വ്യക്തിയുടെ സംഭാവനയല്ല, മറിച്ച് ഒരു സംഘം സോഫ്റ്റ്വെയർ പ്രൊഫഷണലുകൾ ചേർന്ന്
വികസിപ്പിച്ചെടുത്തതാണ് ബിറ്റ്കോയിൻ എന്നാണ്. എന്തായാലും ബിറ്റ്കോയിന് വലിയ പ്രചാരം സിദ്ധിക്കുകയും അതിൻ്റെ മൂല്യത്തിൽ വലിയ വർധന രേഖപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ അനേകം കോയിനുകൾ ഇതേമാതിരി അവതരിക്കാൻ തുടങ്ങി. അങ്ങനെ അവതരിപ്പിക്കപ്പെട്ട കോയിനുകളിൽ പെട്ടതാണ് ഡോജി കോയിൻ, എഥേർ, സൊലാന, ഷിബ ഇനു, സൂയി, യൂനിസ്വാപ്പ്, കർഡാനോ തുടങ്ങി അനേക കോയിനുകൾ ഇന്ന് ക്രിപ്റ്റോ കറൻസി വിപണിയിൽ ലഭ്യമാണ്. ബിറ്റ്കോയിൻ ഒഴികെയുള്ളവയൊക്കെ പൊതുവെ വിശേഷിപ്പിക്കുന്നത് ഓൾട്ടർനേറ്റ് കോയിൻ എന്നാണ്. അതായത് ബിറ്റ്കോയിന് ബദലായുള്ള ഒരു കോയിൻ എന്ന അർത്ഥത്തിലാണ് ഓൾട്ടർനേറ്റ് കോയിൻ എന്ന് വിളിക്കുന്നത്. ഓൾട്ടർനേറ്റ് കോയിൻ എന്ന് ചുരുക്കി ഓൾട്ട് കോയിൻ എന്നും പറയാറുണ്ട്. ബിറ്റ്കോയിൻ ഇറങ്ങിയ സമയത്ത്, അതുപോലെ തന്നെ ബിറ്റ്കോയിന് പ്രചാരം ലഭിച്ചു തുടങ്ങിയ സമയത്ത് വളരെ വലിയ വിമർശനമാണ് അതിനെതിരെ ഉണ്ടായത്. ഇത് ആരുടെയും സങ്കല്പത്തിൽ ഒതുങ്ങുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു വലിയ വിമർശനം ഉണ്ടായിരുന്നത്. വിമർശകരിൽ ഏറ്റവും മുന്നിൽ നിന്നത് സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം തന്നെ നേടിയ പോൾ ക്രൂഗ്മാനാണ്. പോൾ ക്രൂഗ്മാൻ മാത്രമല്ല, മറ്റു പല പ്രമുഖരും പ്രശസ്തരും ബിറ്റ്കോയിനെതിരെ രംഗത്ത് വരികയുണ്ടായി. അവർ മറ്റൊരു പ്രമുഖൻ US-ലെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ ചെയർമാനായിരുന്ന അലൻ ഗ്രീൻസ്പാനാണ്. അദ്ദേഹം പറഞ്ഞത് ബിറ്റ്കോയിൻ എന്നത് വെറും കുമിളയാണ് എന്നാണ്. പക്ഷേ വിമർശനങ്ങളെയൊക്കെ അതിജീവിച്ച് ബിറ്റ്കോയിൻ വലിയ മുന്നേറ്റം നടത്തി എന്ന് മാത്രമല്ല, അതിന് വലിയ രൂപത്തിലുള്ള പ്രചാരം സിദ്ധിക്കുക മാത്രമല്ല, അതിൻ്റെ മൂല്യത്തിൽ വലിയ വർധന ഉണ്ടാകുന്നതുമാണ് പിന്നീട് കണ്ടത്. ക്രിപ്റ്റോ കറൻസികൾ വലിയ മുന്നേറ്റവും പ്രചാരവും ഒക്കെ നേടുകയും മൂല്യത്തിൽ വലിയ വർധന നേടുകയും ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളും, ഏകദേശം മിക്ക രാജ്യങ്ങളും എന്ന് പറയാം, ക്രിപ്റ്റോ കോയിന് പലതരത്തിലുള്ള അംഗീകാരം നൽകിയിട്ടുണ്ട്. പല ഇടപാടുകൾക്കും ലോകത്ത് എങ്ങുമായിട്ട് ക്രിപ്റ്റോ കറൻസികൾ സ്വീകാര്യമായി തുടങ്ങിയിട്ടുമുണ്ട്. സൈപ്രസിലെ നിക്കോസിയ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളിൽ നിന്ന് ഫീസ് ഇനത്തിൽ പണം സ്വീകരിക്കുന്നത് ക്രിപ്റ്റോ കറൻസി ആയിട്ട് സ്വീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ നിക്കോസിയ യൂണിവേഴ്സിറ്റിയിൽ ഡിജിറ്റൽ കറൻസിയെ പറ്റി ഒരു ബിരുദ കോഴ്സ് തന്നെ അവിടെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. സ്വന്തമായി കറൻസി ഇല്ലാത്ത എൽ സാൽവദോർ എന്ന് പറയുന്ന രാജ്യം ക്രിപ്റ്റോ കറൻസിയെ വിനിമയത്തിനുള്ള ഒരു കറൻസി എന്ന നിലയിൽ അംഗീകരിച്ചു കഴിഞ്ഞു. ടെസ്ല പോലുള്ള വലിയ കമ്പനികൾ ഉപഭോക്താക്കളിൽ നിന്ന് പണത്തിനു പകരം ബിറ്റ്കോയിനും അതുപോലെയുള്ള ക്രിപ്റ്റോ കറൻസികളൊക്കെ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. US-ലെ തന്നെ പല ബാങ്കുകളും ക്രിപ്റ്റോ ഇടപാടുകൾക്ക് അംഗീകാരം നൽകി കഴിഞ്ഞു. എന്നാൽ പൊതുവെ ക്രിപ്റ്റോ കറൻസികളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതിന് പ്രധാന കാര്യം ഇങ്ങനെ ഉള്ള പണം അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസികൾ ടെററിസത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന ആരോപണം. മറ്റൊരു ആരോപണം മണി ലോണ്ടറിങ്ങിന്, അതായത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് ധാരാളമായിട്ട് ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിക്കുന്നു എന്നൊരു ആരോപണമുണ്ട്. മറ്റൊന്ന് ഡ്രഗ് ട്രാഫിക്കിങ്ങിന് വേണ്ടി ലഹരി വസ്തുക്കളുടെ കടത്തുകാര് വ്യാപകമായ തോതിൽ ക്രിപ്റ്റോ കറൻസികളിൽ പങ്കെടുക്കുന്നു എന്നാണ് കുറ്റാന്വേഷകർക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഇക്കാരണങ്ങൾ അതൊക്കെയാണ് പല രാജ്യങ്ങളും ഈ ക്രിപ്റ്റോ കറൻസികളെ എതിർക്കുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ്, റഷ്യയിലെ പുടിൻ തുടങ്ങിയവരൊക്കെ ക്രിപ്റ്റോ കറൻസികളുടെ വക്താക്കളാണ്. ട്രംപ് വളരെ ശക്തനായ ഒരു വക്താവാണ്. ട്രംപിനോട് പിണങ്ങിയും ഇണങ്ങിയും വീണ്ടും പിണങ്ങിയും വാർത്തകളിൽ സ്ഥാനം പിടിക്കാറുള്ള ഇലോൺ മസ്കും ഈ ക്രിപ്റ്റോ കറൻസിയുടെ അറിയപ്പെടുന്നൊരു വക്താവാണ്. എന്നാൽ ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ക്രിപ്റ്റോ കറൻസിയുടെ കാര്യത്തിൽ വലിയ ആശങ്കയാണുള്ളത്. ഇന്ത്യയിലെ സർക്കാരിനും ഇക്കാര്യത്തിൽ വലിയ ആശങ്ക തന്നെയാണ് ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിൽ നിന്നുള്ള ആദായത്തിന് വലിയ തോതിലുള്ള ആദായ നികുതി സർക്കാർ നിശ്ചയിച്ചത് തന്നെ. അടുത്ത ദിവസങ്ങൾ ഉണ്ടായ ഒരു സംഭവം പറയാം. ബോംബെയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു കമ്പനിയുടെ ലിസ്റ്റിങ്ങിന് അനുമതി നിഷേധിച്ചു. ജെറ്റ് കിങ് ഇൻഫോ ട്രെയിൻ എന്ന് പറയുന്ന
കമ്പനിയുടെ ഓഹരികൾ ലിസ്റ്റ് ചെയ്യുന്നതിനാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അനുമതി നൽകാതിരുന്നത്. ഇതിന് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചൂണ്ടിക്കാട്ടിയ കാരണം ഈ ജെറ്റ്കിങ് ഇൻഫോട്രെയിൻ എന്ന് പറയുന്ന കമ്പനി വലിയ തോതിൽ ഒരു തുക ക്രിപ്റ്റോ കറൻസികളിൽ മുടക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് അതിൻ്റെ പ്രോസ്പെക്ടസിലും മറ്റും പറഞ്ഞിട്ടുള്ളതാണ്. ഇക്കാരണം പറഞ്ഞിട്ട് ലിസ്റ്റിംഗ് നിഷേധിച്ചു. എന്നാൽ ഈ ലിസ്റ്റിംഗ് നിഷേധത്തിന് എതിരെ കമ്പനി ഇപ്പോൾ അപ്പീൽ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സെക്യൂരിറ്റീസ് അപ്പല്ലറ്റ് ട്രൈബ്യൂണലിൽ, അത് SIT എന്ന് പറയുന്ന ഉയർന്ന കോടതിയിൽ പരാതി നൽകാനാണ് ഇപ്പോൾ ജെറ്റ്കിങ് ഇൻഫോട്രെയിനിന്റെ തീരുമാനം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ ക്രിപ്റ്റോ കറൻസിയിൽ പണം നിക്ഷേപിക്കുന്നത് ബുദ്ധിപൂർവമാണോ എന്ന ഒരു ആലോചന നല്ലതാണ്. എന്തായാലും എടുത്തുചാടി നിക്ഷേപത്തിന് ഒരുങ്ങുന്നത് അത്ര ബുദ്ധിപൂർവമായിരിക്കില്ല. വലിയ തോതിലുള്ള കരുതലാണ് ആവശ്യം.